നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2014 മുമ്പ്, ഭാരതം പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇറക്കുമതി ആശ്രയിച്ചിരുന്ന രാജ്യമായിരുന്നു. നമുക്കാവശ്യമായ, നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് ആവശ്യമായ ആയുധങ്ങളും ഉപകരണങ്ങളുമെല്ലാം നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. റഷ്യയെ പോലെയുള്ള രാജ്യങ്ങളെ വലിയ രീതിയിൽ സൈനികമായി നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അവരുടെ ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ 2014 ശേഷം സ്ഥിതിഗതികൾ മാറുന്നുണ്ട്. സൈന്യത്തിൻ്റെ ആയുധവൽക്കരണവും ആധുനികവൽക്കരണത്തിൻ്റെയും വേഗത കൂടി. അതോടൊപ്പം തന്നെ സ്വന്തമായി നിർമ്മിക്കുക, സ്വന്തമായി വികസിപ്പിക്കുന്ന ആയുധങ്ങൾ നമ്മുടെ സേനയ്ക്ക് ആവശ്യമാണ് എന്ന ചിന്ത രാജ്യത്ത് ഉടലെടുത്തു. അതായത് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് വലിയ വിവരമൊന്നും ശത്രുവിനുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ശത്രുവിനെതിരെ യുദ്ധതന്ത്രം രൂപപ്പെടുത്തുന്നതിന് വലിയ ഉപകാരപ്രദമായിരിക്കും. ശത്രു നമ്മുടെ രാജ്യത്തേക്കൊന്ന് നോക്കുക പോലുമില്ല. കാരണം അവർക്ക് നമ്മുടെ പക്കലുള്ള ആയുധങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ശത്രുക്കൾ ഏതെങ്കിലും ഒരു സാഹസത്തിന് ഒരുമ്പിട്ടാൽ അവിടെ വിജയം നമ്മോടൊപ്പമായിരിക്കും. ഇതാണ് പാകിസ്ഥാനിൽ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനുമായി നടന്ന ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നത്. എന്നാൽ 2014 ശേഷം ഇത്തരത്തിൽ സ്വന്തമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾ വേണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെ മുന്നോട്ട് പോയി രാജ്യം. നമുക്കാവശ്യമായ പ്രതിരോധ ഉൽപ്പന്നങ്ങളും ആയുധങ്ങളുമെല്ലാം നമ്മൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. മാത്രമല്ല, ഈ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാജ്യത്തിൻ്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ 10,000-കണക്കിന് കോടി രൂപയുടെ കയറ്റുമതി പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടത്തുന്നുണ്ട്. ഇതിലേറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ല് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര പ്രതിരോധ വകുപ്പ്. പ്രതിരോധ വകുപ്പിൻ്റെ പ്രതിനിധി സിംഗപ്പൂരിൽ നടന്ന ഷംഗ്രീല ഡയലോഗിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ വിവരം പുറത്തുവിട്ടത്. അതായത് ഇന്ത്യയുടെ അഭിമാനമാണ് ബ്രഹ്മോസ് മിസൈലുകൾ റഷ്യയുമായി സഹകരിച്ചുകൊണ്ട് സാങ്കേതികവിദ്യ കൈമാറ്റത്തിലൂടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മിസൈലുകളാണ്. ഈ മിസൈലുകൾ ഉഗ്രശേഷിയുള്ള മിസൈലുകളാണ്. ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. ശത്രുവിൻ്റെ റഡാറിലൊന്നും തന്നെ ഇത് പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ലോകോത്തരമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഈ ബ്രഹ്മോസിൻ്റെ മുന്നിൽ തകർന്നടിയും. ബ്രഹ്മോസ് ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. എത്രമാത്രം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരു രാജ്യത്തിന് ഉണ്ടായിരുന്നാലും ചൈനയിൽ നിർമ്മിച്ച, അല്ലെങ്കിൽ ചൈന നിർമ്മിച്ച ചൈനയുടെ സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അതേ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ബ്രഹ്മോസ് മിസൈലുകളെ തടുക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിഞ്ഞില്ല എന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കണ്ടതാണ്. നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകളെല്ലാം കൃത്യത്തോടുകൂടി ലക്ഷ്യം കണ്ടു. പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ മിസൈലുകളെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബ്രഹ്മോസ് മിസൈലിൻ്റെ പ്രശസ്തി ലോകം മുഴുവൻ വ്യാപിക്കുകയായിരുന്നു. ബ്രഹ്മോസ് മിസൈൽ വേണമെന്നാവശ്യപ്പെട്ട് ആദ്യം ഭാരതത്തെ സമീപിച്ചത് ഫിലിപ്പീൻസാണ് ആദ്യമായി ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്നത്. ഏതാണ്ട് $375 മില്യൺ കച്ചവടമാണ്, അല്ലെങ്കിൽ $1 മില്യൺ കരാറാണ് അന്ന് ഫിലിപ്പീൻസുമായി ഇന്ത്യ ഒപ്പുവെച്ചത്. അതനുസരിച്ചിട്ടാണ് ബ്രഹ്മോസ് മിസൈലുകൾ ഫിലിപ്പീൻസിന് നൽകിയത്. മാത്രമല്ല, ആസിയാൻ രാജ്യങ്ങളുമായി, അല്ലെങ്കിൽ ആസിയാൻ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുമായി വളരെ സുഹൃത്ത് ബന്ധത്തിലാണ്. ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളാണവ. അതുകൊണ്ട് തന്നെ ആസിയാൻ രാജ്യങ്ങൾക്ക് ഈ ബ്രഹ്മോസ് മിസൈലുകൾ നൽകാനുള്ള പദ്ധതി ഇന്നിപ്പോൾ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഫിലിപ്പീൻസിന് തൊട്ടു പിന്നാലെ മറ്റു ചില രാജ്യങ്ങൾക്ക് കൂടി ഈ ബ്രഹ്മോസ് മിസൈലുകൾ ലഭിക്കുകയാണ്. ഇതിൽ രണ്ടാമത് വരുന്നത് വിയറ്റ്നാമാണ്. വിയറ്റ്നാം ഇതിനോടകം തന്നെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനുള്ള പദ്ധതിയിൽ കരാറിൽ ഒപ്പുവെച്ചുവെന്നാണ് സൂചന. നേരത്തെ തന്നെ വിയറ്റ്നാമുമായി ബ്രഹ്മോസ് മിസൈൽ കൈമാറുന്നതിനുള്ള കരാർ ഒപ്പുവെച്ചിരുന്നെങ്കിലും അത് അതീവ രഹസ്യമായിരുന്നു. ഇപ്പോഴാണ് ഈ കരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. അതേസമയം വിയറ്റ്നാം മാത്രമല്ല, ഇന്തോനേഷ്യയുമായും ഉടൻ തന്നെ കരാറിൽ ഒപ്പിടും എന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഈ 2 രാജ്യങ്ങളുമായി എത്ര കോടി രൂപയുടെ ഇടപാടുകളാണ് നടക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ബ്രഹ്മോസ് മിസൈലുകൾ ഉടൻ തന്നെ ഈ 2 രാജ്യങ്ങളും സ്വന്തമാക്കാൻ പോകുന്നു. ഫിലിപ്പീൻസിന് ശേഷം വിയറ്റ്നാമും അതുപോലെ തന്നെ ഇന്തോനേഷ്യയും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനൊരുങ്ങുകയാണ്. 6000 കോടി രൂപയുടെ ഇടപാടുകളാണ്
വിയറ്റ്നാമും അതുപോലെ തന്നെ ഇന്തോനേഷ്യയുമായിട്ട് ഇന്ത്യക്കുള്ളത് എന്നാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ കൃത്യമായ വിവരങ്ങൾ, എത്ര കോടിയുടേതാണ് ഈ ഇടപാടുകളെന്ന് കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ ആദ്യമായിട്ടാണ് ഫിലിപ്പീൻസിന് തൊട്ടു പിന്നാലെ വിയറ്റ്നാം കൂടി ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ വാങ്ങുന്നു എന്ന വിവരം ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ബ്രഹ്മോസ് മിസൈലിൻ്റെ ശക്തി, ബ്രഹ്മോസ് മിസൈലിൻ്റെ പ്രഹരശേഷി ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ലോകം കണ്ടതാണ്. ഏപ്രിൽ 22-ന് 2025 ഏപ്രിൽ മാസം 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിക്കൊണ്ടുള്ള സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ അവിടുത്തെ പാകിസ്ഥാനിലെ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നിരവധി ഭീകര കേന്ദ്രങ്ങൾ, അതായത് 9ഓളം ഭീകര കേന്ദ്രങ്ങളാണ് അന്ന് ഇന്ത്യ തകർത്തത്. തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും എല്ലാം തൊടുത്തയക്കുന്നുണ്ട് എങ്കിലും ഈ ഡ്രോണുകളും മിസൈലുകളും ഒന്നും തന്നെ ലക്ഷ്യം കണ്ടില്ല. ഇന്ത്യയുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി ഇതെല്ലാം തകരുകയായിരുന്നു. മാത്രമല്ല, ഇതിന് തിരിച്ചടി എന്ന നിലയിൽ ഇന്ത്യയും പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി ആ നിമിഷം തന്നെ നൽകിയിരുന്നു. ആ ആക്രമണത്തിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളാണ് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടത്. ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ ഏതാണ്ട് 13 പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രങ്ങളിൽ 11 എണ്ണത്തിലും ബ്രഹ്മോസ് മിസൈലുകൾ പാഞ്ഞെത്തി കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു. ഇത് ലോകം കണ്ട ഒരു ഇന്ത്യയുടെ യുദ്ധതന്ത്രമാണ്, അല്ലെങ്കിൽ ലോകം കണ്ട ഇന്ത്യയുടെ മാരകശേഷിയുള്ള ആയുധമായിരുന്നു. അന്ന് പാകിസ്ഥാന് ബ്രഹ്മോസ് മിസൈലുകളെ ചെറുക്കാൻ പോലും കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിലായിരുന്നു ഇനിയിപ്പോൾ ബ്രഹ്മോസ് മിസൈലുകൾ മറ്റ് രാജ്യങ്ങൾ കൂടി വാങ്ങാനായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിയറ്റ്നാമിനും അതുപോലെ തന്നെ ഇന്തോനേഷ്യയ്ക്കും പിന്നാലെ മറ്റു ചില രാജ്യങ്ങൾ കൂടി ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള ശ്രമം നടത്തുന്നുവെന്നാണ് സൂചന.